നെഹ്റു ട്രോഫി വള്ളംകളിയിലെ ഫലനിർണ്ണയത്തിനെതിരെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി വില്ലേജ് ബോട്ട് ക്ലബ് കൈനകരി. ഫോട്ടോ ഫിനിഷിൽ കലാശ മത്സരത്തിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിനെ വിജയികളായി തീരുമാനിച്ചതെങ്ങനെ എന്ന് സംഘാടകർ ബോധ്യപ്പെടുത്തിയില്ല എന്നാണ് BBC ആരോപിക്കുന്നത്. സംഘാടകർക്കെതിരെ പരാതിയുമായി കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബും രംഗത്തെത്തി. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് കഴിഞ്ഞപ്പോൾ കപ്പിനെ ചൊല്ലിയുള്ള വിവാദം ആലപ്പുഴ എല്ലാ കരകളിലും ചൂടുപിടിക്കുകയാണ്. മില്ലി സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ കപ്പ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന് ലഭിച്ചിരുന്നു. എന്നാൽ ഈ കണക്കുകൂട്ടലിൽ കള്ളക്കളി നടന്നുവെന്നാണ് രണ്ടാം സ്ഥാനത്തെത്തിയ വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനകരിയുടെ പരാതി. യഥാർത്ഥ വിജയികൾക്ക് കപ്പ് നൽകണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകും. ഹൈക്കോടതിയെ സമീപിക്കുമെന്നും BBC. ഒരു ടീമിന് കപ്പ് കൊടുക്കാമെന്നുള്ള നേരത്തെ ആഗ്രഹിച്ചു വെച്ചിട്ട് ചെയ്യുന്ന രീതിയായിപ്പോൾ അവിടെ. കാരണം ഇന്നലെ ജനപ്രതിനിധികളുടെ ഉൾപ്പെടെയുള്ളവരുടെ സമീപനം ആ ഒരു രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾ പോരാട്ടത്തിലോട്ട് തന്നെ, കാരണം നമ്മുടെ പിള്ളേർ അത്ര അധ്വാനിച്ച് കമര് ചങ്ക് പൊട്ടി തുഴച്ചുണ്ടാക്കിയ അതിന് വെറുതെ ഇങ്ങനെ തട്ടിക്കളഞ്ഞിട്ട് പോകാൻ ഞങ്ങൾ തയ്യാറല്ല. അതിന് ഏതറ്റം വരെ പോകേണ്ടി വന്നാലും പോകും. സാങ്കേതിക പരിശോധന നടക്കട്ടെ എന്നും ആ പരിശോധന കഴിയുമ്പോൾ പള്ളാത്തുരുത്തിയുടെ വിജയത്തിന് തിളക്കം കൂടുമെന്നുമാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിൻ്റെ നിലപാട്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന് അതിനെ സംബന്ധിച്ച് യാതൊരുവിധ ആശങ്കയുമില്ല. കാരണം നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടാണ് NDBR സൊസൈറ്റിയും ചാമ്പ്യൻസ് ബോട്ട് ലീഗും എല്ലാം നടത്തുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ആശങ്കയും പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിനെ സംബന്ധിച്ചില്ല. ഞങ്ങൾക്ക് ഇപ്പോഴും ആത്മവിശ്വാസമാണ്. അങ്ങനെ ഒരു ഇത് നടന്നാൽ ഞങ്ങളുടെ വിജയം തീർച്ചയായിട്ടും ആധികാരികമായിരിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഫൈനലിലെ സ്റ്റാർട്ടിങ്ങിൽ വീഴ്ച സംഭവിച്ചുവെന്ന് കാട്ടി കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബും കളക്ടർക്ക് പരാതി നൽകി. സ്റ്റാർട്ടിംഗ് സമയത്ത് മറ്റൊരു ബോട്ട് ട്രാക്കിന് സമീപം എത്തിയിരുന്നുവെന്നും തുഴ ഉയർത്തി റെഡിയല്ലെന്ന് പറഞ്ഞിട്ടും ഫൈനൽ ആരംഭിച്ചു എന്നുമാണ് പരാതി. ഇതുമായി ബന്ധപ്പെട്ട വീഡിയോയും ക്ലബ്ബ് പുറത്തുവിട്ടു. കറക്റ്റായി 3 ലേശം ലോക്കായി വിയപുരം നിർത്ത് ടൈറ്റ്. പ്രതിഷേധിച്ചവരെ പോലീസ് മർദ്ദിച്ചുവെന്ന പരാതിയും BBC ഉയർത്തുന്നു. സംഘാടകരുടെ വീഴ്ചയാണ് ഫോട്ടോ ഫിനിഷിംഗിലെ പരാതികൾക്കിടയാക്കിയതെന്ന ആരോപണം വള്ളംകളി പ്രേമികൾക്കുമുണ്ട്. ഒളിമ്പിക്സിലടക്കം ഉപയോഗിച്ച സാങ്കേതികവിദ്യ ഉപയോഗിച്ചുവെന്ന് പറയുമ്പോഴും ഫോട്ടോ ഫിനിഷിംഗിൽ എന്താണ് സംഭവിച്ചതെന്ന് ബോധ്യപ്പെടുത്താൻ സംഘാടകർക്കായില്ല. വിവാദങ്ങൾക്ക് ചൂടുപിടിച്ചതോടെ വിജയിയെ ചൊല്ലിയുള്ള പോരാട്ടം കോടതി കയറുമെന്ന് ഉറപ്പായി. ഷിബിൻ ബഷീറിനൊപ്പം S. ശ്യാംകുമാർ, 24 ആലപ്പുഴ.